ബോങ് കരുതി തലയിടിച്ചത് കൊണ്ട് സ്വപ്നം കാണുകയാണോ എന്ന്. ബോങ് പതിയെ പുറത്തേക്കിറങ്ങി. അവിടെ ഒത്തിരി സ്ത്രീകൾ തലകുനിച്ച് ഭവ്യതയോടെ ബോങ്ങിനെ രാജകുമാരി എന്ന് വിളിക്കുന്നു. ബോങ് അവിടുന്ന് പുറത്തേക്കോടി. അപ്പോഴാണ് ബോങ്ങിന് തൻ്റെ ബനാന നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. ബോങ് കരുതി ഇവർ വല്ല ഓർഗൻ ഓപ്പറേഷൻ ചെയ്ത് മാറ്റി ഇങ്ങനെയാക്കിയതാണോ. ശരിക്കും അവിടെയൊക്കെ നിരീക്ഷിച്ചപ്പോഴാണ് മനസ്സിലായത് ബോങ് ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു. പിറ്റേന്ന് തൻ്റെ തോഴിയിൽ നിന്ന് സ്വന്തം ഐഡൻറ്റിറ്റി മനസ്സിലാക്കി. ബോങ് ഉള്ളത് ജോസിയോങ് ഡൈനാസ്റ്റിയിലാണ്. 1551 വർഷം. കൂടാതെ ബോങ് ഉള്ളത് കിം സോ യൂങ്ങിൻ്റെ ബോഡിയിലാണ്. കാര്യങ്ങൾ കൂടുതൽ പ്രശ്നമാണ്. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് കിമ്മിൻ്റെ കല്യാണമാണ്. അതും ഒരു രാജകുമാരനുമായി. ഇന്നലെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. കിം ഇവിടെയുള്ള തടാകത്തിൽ വീണു. ഗാർഡ്സ് കണ്ടതുകൊണ്ട് രക്ഷപ്പെടുത്തി. ഇത് കേട്ട് ബോങ് തീർച്ചപ്പെടുത്തി ബോങ്ങിൻ്റെയും കിമ്മിൻ്റെയും സ്പിരിറ്റ്സ് തമ്മിൽ മാറിയിട്ടുണ്ട്. ഇനി തിരിച്ചു പോകണമെങ്കിൽ ആ തടാകമാണ്. ബോങ് തടാകത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിലേക്ക് ചാടുന്നു. പക്ഷേ